ഹലോ ഫ്രണ്ട്സ്, ലോകത്തിലെ ഏറ്റവും കൂടുതൽ അധ്വാനം ആവശ്യമുള്ള ജോലികളിലൊന്നാണ് കൺസ്ട്രക്ഷൻ. വീട്, റോഡ്, വാഹനങ്ങൾ എന്നിവയൊക്കെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ് കൺസ്ട്രക്ഷൻ മേഖല എന്ന് പറയുന്നത്. കൺസ്ട്രക്ഷൻ മേഖലയിലെ ജോലികൾ എളുപ്പമാക്കുന്നതിന് യന്ത്രങ്ങൾ വളരെ കാലം മുമ്പ് തന്നെ ഉപയോഗിക്കുവാൻ ആരംഭിച്ചിരുന്നു. എന്നാൽ ഫാക്ടറി ടിവിയുടെ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾ പരിചയപ്പെടാൻ പോകുന്നത് ആധുനിക യന്ത്രങ്ങൾ, ആധുനിക രീതികൾ, ആധുനിക സംവിധാനങ്ങൾ എന്നിവ കൺസ്ട്രക്ഷൻ മേഖലയിലെ ജോലികൾ എളുപ്പത്തിൽ പൂർത്തിയാക്കാൻ സഹായിക്കുന്നത് എങ്ങനെയാണ് എന്നാണ്. അപ്പോൾ സമയം പാഴാക്കാൻ നമുക്ക് വീഡിയോ കണ്ടുതുടങ്ങാം. നമ്പർ 1, വൂൾഫ് ഹൗസ് മൂവർ മെഷീൻ. നിങ്ങളെ വളരെയേറെ ആശ്ചര്യപ്പെടുത്തുന്ന ഒരു മെഷീനാണ് വൂൾഫ് ഹൗസ് മൂവർ മെഷീൻ. നമ്മളിൽ പലർക്കും നമ്മുടെ ജീവിതത്തിൽ പല തവണ നമ്മുടെ വീട് ഷിഫ്റ്റ് ചെയ്ത് മറ്റിടത്തേക്ക് പോകേണ്ടതായിട്ട് വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. അത്തരം സാഹചര്യങ്ങളിൽ നാം നമ്മുടെ പഴയ വീട് ഉപേക്ഷിച്ച് പുതിയ വീട്ടിലേക്ക് നമ്മുടെ ജീവിതം പറിച്ചു നടാറുണ്ട്. എന്നാൽ വൂൾഫ് ഹൗസ് മൂവർ മെഷീൻ എന്ന മെഷീൻ വന്നതോടെ നിങ്ങൾക്ക് സാധനങ്ങൾ നിങ്ങളുടെ പഴയ വീട്ടിൽ നിന്നും ഷിഫ്റ്റ് ചെയ്യേണ്ട സാഹചര്യമേ ഉണ്ടാവില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് പുതിയ വീടും വാങ്ങേണ്ടി വരില്ല. അതെന്താണെന്നോ, വൂൾഫ് ഹൗസ് മൂവർ മെഷീൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ പഴയ വീടിനെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഉയർത്തിക്കൊണ്ടുപോകുവാൻ സാധിക്കും. വിശ്വസിക്കാൻ പ്രയാസം തോന്നുന്നുവല്ലേ? എന്നാൽ പറഞ്ഞത് സത്യമാണ്. കെട്ടിടങ്ങളെ അതിന്റെ സ്ഥാനത്ത് നിന്ന് ഉയർത്തി മറ്റൊരു സ്ഥലത്ത് ഉറപ്പിക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്യാൻ വൂൾഫ് ഹൗസ് മൂവർ മെഷീന് സാധിക്കും. വളരെ സാവധാനമാണ് ഈ യന്ത്രം ചലിക്കുന്നത്. അതുപോലെ തന്നെ വളരെ നിരപ്പായിട്ടുള്ള പാതയിലൂടെ വളരെ സാവധാനമാണ് വീടുകളെ വൂൾഫ് ഹൗസ് മൂവർ മെഷീൻ ഷിഫ്റ്റ് ചെയ്യുന്നത്. മെഷീനുകൾ ഉപയോഗിക്കുന്നത് വഴി കൺസ്ട്രക്ഷൻ മേഖലയിലുണ്ടായ വൻ വിപ്ലവങ്ങളിൽ നിന്നാണ് വൂൾഫ് ഹൗസ് മൂവർ മെഷീൻ. നമ്പർ 2, ഹാഡ്രിയൻ എക്സ് ഫാസ്റ്റ് ബ്രിക്സ് റോബോട്ടിക്സ് മെഷീൻ. വീട് നിർമ്മാണം എന്നത് ധാരാളം സമയമെടുത്ത് പൂർത്തീകരിക്കുന്ന ജോലിയാണ്. വീട് നിർമ്മാണത്തിനുള്ള തൊഴിലാളികളുടെ എണ്ണം വർദ്ധിപ്പിച്ചാലും ഒരു വീട് നിർമ്മാണം ദിവസങ്ങളോളം നീണ്ടുപോകും. എന്നാൽ ഹാഡ്രിയൻ എക്സ് ഫാസ്റ്റ് ബ്രിക്സ് റോബോട്ടിക്സ് മെഷീൻ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട് നിർമ്മിക്കാൻ മണിക്കൂറുകൾ മാത്രം മതിയാകും. ഈ മെഷീൻ വീട് നിർമ്മിക്കാൻ വേണ്ടി ചുടുകട്ട ഉറപ്പിക്കുന്നത് കണ്ട നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും. ഒരു ചെറിയ പിഴവ് പോലും നിങ്ങൾക്ക് അതിൽ കണ്ടെത്താൻ സാധിക്കില്ല. കൃത്യതയോടെയും വേഗത്തിലും വീട് നിർമ്മാണം പൂർത്തിയാക്കാൻ ഹാഡ്രിയൻ എക്സ് ഫാസ്റ്റ് ബ്രിക്സ് റോബോട്ടിക്സ് മെഷീൻ വളരെ ഉപയോഗപ്രദമാണ്. ഈ മെഷീൻ ഉപയോഗിക്കുന്നതിനായിട്ട് ആദ്യം വീടിന്റെ ഘടന കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ ഹാഡ്രിയൻ എക്സ് ഫാസ്റ്റ് ബ്രിക്സ് റോബോട്ടിക്സ് മെഷീനിൽ ഫീഡ് ചെയ്യുന്നു. അതിനുശേഷം മെഷീൻ ഓട്ടോമാറ്റിക്കായിട്ട് വീട് നിർമ്മിക്കാനായിട്ട് തുടങ്ങുന്നു. നിർമ്മാണം പൂർണ്ണമായിട്ട് ഓട്ടോമാറ്റിക് ആണെങ്കിലും ഒരു ഓപ്പറേറ്റർ എപ്പോഴും മെഷീന്റെ പ്രവർത്തനം മോണിറ്റർ ചെയ്യും. ഹാഡ്രിയൻ എക്സ് ഫാസ്റ്റ് ബ്രിക്സ് റോബോട്ടിക്സ് മെഷീനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ചെയ്യണം കേട്ടോ. നെക്സ്റ്റ്, ഹാങ് ലിങ്കർ മൾട്ടി സ്റ്റോൺ ഗ്രാബ് X400 മെഷീൻ. കെട്ടിട നിർമ്മാണ മേഖലയിൽ ധാരാളം വസ്തുക്കൾ ആവശ്യമായിട്ടുണ്ട്. അവയിൽ പലതും ഭാരമേറിയതുമാണ്. വീട് നിർമ്മിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള പർവ്വത മേഖലകളിലൊക്കെ കട്ട, പാറ എന്നിവയ്ക്ക് കൈകാര്യം ചെയ്യാൻ വളരെ വിഷമതകൾ കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് നേരിടേണ്ടി വരാറുണ്ട്. ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമാണ് ഹാങ് ലെയർ മൾട്ടി സ്റ്റോൺ ഗ്രാബ് S400 മെഷീൻ. ഈ മെഷീൻ ഉപയോഗിച്ച് ഭാരമേറിയ പാറകൾ മുതൽ കോൺക്രീറ്റ് സ്ലാബുകൾ, ഗ്രാനൈറ്റ് പാളികൾ, ടൈലുകൾ തുടങ്ങിയവയ്ക്ക് വളരെ എളുപ്പത്തിൽ എടുത്തുയർത്തി ആവശ്യമുള്ള സ്ഥലത്ത് എത്തിക്കാൻ സാധിക്കും. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന പർവ്വത പ്രദേശങ്ങൾ എന്നതുപോലെ തന്നെ നഗരങ്ങളിൽ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും ഹാങ് ലെങ്കർ മൾട്ടി സ്റ്റോൺ ഗ്രാബ് S400 മെഷീൻ വളരെ ഉപയോഗപ്രദമാണ്. അടുത്തത് സ്പൈഡർ XK8. സ്പൈഡർ XK8 ഉപയോഗിക്കുന്നത് കെട്ടിട നിർമ്മാണ മേഖലയിലാണ്. ഇത് തെർമോക്കോളിന് മുകളിലെ ചിലന്തിയുടെ വല പോലെ ലോഹനിർമ്മിതമായിട്ടുള്ള ഒരു കവചം ഉറപ്പിച്ച് നിർമ്മിച്ചെടുക്കുന്നതാണ്. കെട്ടിടം നിർമ്മിക്കുന്ന സമയത്ത് സ്പൈഡർ XK8 കെട്ടിടത്തിന്റെ ഭിത്തിയോട് ചേർത്ത് ഉറപ്പിക്കുന്നു. കെട്ടിടത്തിനുള്ളിലെ താപനിലയുടെ സന്തുലനാവസ്ഥ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് സ്പൈഡർ XK8 ഉപയോഗിക്കുന്നത്. ആദ്യം ഇവ കെട്ടിടത്തിന്റെ ഭിത്തിയോട് ചേർത്ത് വെച്ചതിന് ശേഷം ഡ്രിൽ ഉപയോഗിച്ച് തുറന്ന് പ്രത്യേകതരം സ്ക്രൂവിന്റെ സഹായത്തോടെ ഭിത്തിയിൽ ഉറപ്പിക്കുന്നു. അതിനുശേഷം ലോഹക്കൂടിനുള്ളിലേക്ക് സിമന്റ് മിശ്രിതം പമ്പ് ചെയ്ത് നിറച്ചതിന് ശേഷം അതിന്റെ പുറം ഭാഗം നന്നായിട്ട് പ്ലാസ്റ്റർ ചെയ്യുന്നു. പ്ലാസ്റ്ററിംഗ് പൂർത്തിയാകുന്നതോടെ ഭിത്തിയുടെ ഉള്ളിൽ സ്പൈഡർ XK8 ഉണ്ടെന്ന് പോലും ആർക്ക് തിരിച്ചറിയാൻ പോലും സാധിക്കില്ല. ഭാവിയിൽ നിങ്ങൾ വീട് നിർമ്മിക്കുമ്പോൾ സ്പൈഡർ XK8 ഉപയോഗിക്കുമോ ഇല്ലയോ എന്ന് കമന്റ് ചെയ്യണം കേട്ടോ. നെക്സ്റ്റ്, ടയർ റോഡ്. ടയർ റോഡ്, അതെ, നിങ്ങൾ കേട്ടത് ശരി തന്നെയാണ്. ടയർ കൊണ്ട് നിർമ്മിച്ച റോഡിനെ കുറിച്ചാണ് ഇനി പറയുന്നത്. അമേരിക്കയിൽ ആളുകൾ റോഡ് നിർമ്മിക്കുന്നതിന് വേണ്ടി ടയറുകൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നതെന്നോ? സാധാരണ രീതിയിൽ കോൺക്രീറ്റ് നിർമ്മിതമായിട്ടുള്ള റോഡുകളിൽ കുണ്ടും കുഴിയും വളരെ വേഗത്തിൽ ഉണ്ടാവാറുണ്ടല്ലേ? ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് റോഡ് നിർമ്മിക്കുന്നതിന് മുന്നോടിയായിട്ട് റോഡിൽ ടയറുകൾ നിരത്തുകയും അതിനുശേഷം അവയിൽ പാറക്കഷ്ണങ്ങൾ നിറയ്ക്കുകയും ചെയ്യും. അതിനുശേഷം പാറക്കഷ്ണങ്ങളുടെ മുകളിലൂടെ സിമന്റെയും വാഹനങ്ങളുടെ ടയറുകൾ ഏൽപ്പിക്കുന്ന ക്ഷതങ്ങൾ, റോഡിലുണ്ടാക്കുന്ന കേടുപാടുകൾ ഇത്തരത്തിൽ നിർമ്മിക്കുന്ന ടയർ റോഡുകളിൽ വളരെ കുറവായിരിക്കും. കാരണം വാഹനങ്ങൾ റോഡിൽ ചെലുത്തുന്ന സമ്മർദ്ദത്തിന് റോഡിന്റെ ഉള്ളിൽ ടയറുകൾക്ക് ഉള്ളിൽ നിറച്ചിരിക്കുന്ന പാറക്കഷ്ണങ്ങളെ അതിന്റെ സ്ഥാനത്ത് നിന്ന് ചലിപ്പിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ റോഡിലെ കുഴികൾ ഉണ്ടാകില്ല. ഈ രീതി നമ്മുടെ നാട്ടിൽ നടപ്പാക്കണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം?
അടുത്തത് ടേപ്പ് ടേക്ക് മെഷീൻ. നിങ്ങൾക്ക് ഏതെങ്കിലും വസ്തുവിൽ ടേപ്പ് ഒട്ടിക്കണമെങ്കിൽ നിങ്ങൾ എന്താണ് സാധാരണ ചെയ്യുന്നത്? ടേപ്പ് എടുത്ത് അതിലാവശ്യമായ അളവിൽ മുറിച്ചെടുത്ത് ഒട്ടിക്കേണ്ട ഇടത്തിൽ ഒട്ടിക്കുക, അതല്ലേ ചെയ്യുന്നത് അല്ലെ? ചെറിയ രീതിയിലുള്ള ആവശ്യങ്ങൾക്ക് ഇങ്ങനെ ചെയ്താലും മതിയാകും. എന്നാൽ പെയിന്റിംഗ് പോലെയുള്ള വലിയ ആവശ്യങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ നിന്നാൽ അത് വളരെ സമയനഷ്ടം ഉണ്ടാക്കും. ടേപ്പ് ടേക്ക് മെഷീൻ എന്ന മെഷീൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് വേഗത്തിൽ മാസ്കിംഗ് ടേപ്പ് ഒട്ടിക്കുവാൻ സാധിക്കും. ടേപ്പ് ടേക്ക് മെഷീൻ എന്ന മെഷീനിൽ മാസ്കിംഗ് ടേപ്പ് ഉറപ്പിച്ച ശേഷം കൈകൾ ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ ടേപ്പ് ഒട്ടിക്കുവാൻ നമുക്ക് സാധിക്കുന്നു. അതുപോലെ തന്നെ ഭിത്തികളുടെ കോണുകളിൽ വരെ ടേപ്പ് ടേക്ക് മെഷീൻ ഉപയോഗിച്ച് മാസ്കിംഗ് ടേപ്പ് ഒട്ടിക്കുവാൻ സാധിക്കും. So next one, Farmer FR250D machine. Farmer FR250D മെഷീൻ പർവ്വത പ്രദേശങ്ങളിൽ മൈനിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെഷീനാണ്. ഈ മെഷീന് മുന്നിൽ ഘടിപ്പിച്ചിരിക്കുന്ന കട്ടിംഗ് റോഡർ പാറ പൊട്ടിക്കുന്നതിനും തുരക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. കാഴ്ചയിൽ തന്നെ ഭീകരനായിട്ട് തോന്നുന്ന ഹാമർ FR250D മെഷീൻ കാര്യക്ഷമതയിലും കൊടും ഭീകരനാണ്. ഏതാനും മണിക്കൂറുകൾ കൊണ്ട് തന്നെ കിലോമീറ്ററുകളോളം ദൂരം പാറ പൊട്ടിക്കാനുള്ള ശേഷി ഹാമർ FR250D മെഷീനുണ്ട്. വളരെയേറെ പരിശീലനം ലഭിച്ച ഓപ്പറേറ്റർമാർ മാത്രമാണ് ഈ യന്ത്രം ഉപയോഗിക്കുന്നത്. ഇതിന്റെ വന്യമായ ശക്തി കൃത്യമായ രീതിയിൽ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അപകട സാധ്യത വളരെ കൂടുതലായതുകൊണ്ട് പരിശീലനം ലഭിച്ച ഓപ്പറേറ്റർമാർ മാത്രമാണ് ഫാമർ FR250D മെഷീൻ പ്രവർത്തിപ്പിക്കുന്നത്. അടുത്തത് വൈറ്റ് പോർ. വലിയ പാർക്കുകളിലും ഗാർഡൻസിലൊക്കെ ഒക്കെയുള്ള പ്രതലങ്ങൾക്ക് വ്യത്യസ്ത നിറങ്ങൾ ലഭിക്കുന്നത് എങ്ങനെയാണ് എന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഈ വർണ്ണാഭമായിട്ടുള്ള പ്രതലങ്ങൾക്ക് പിന്നിലുള്ള രഹസ്യം എന്താണെന്നോ പറയാം. വൈറ്റ് പോർ എന്ന മിശ്രിതമാണ് ഈ നിറക്കാഴ്ചകൾക്ക് പിന്നിൽ. സിമെന്റിന് പകരം വിവിധ തരം നിറങ്ങൾ ചേർത്ത് ഇവ പ്രതലങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു. എന്തിനാണ് ഇവ പാർക്കുകളിൽ ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചാൽ വൈറ്റ് പോർ മിശ്രിതത്തിന് റബ്ബറിൻ്റെത് സമാനമായിട്ടുള്ള ഫിനിഷിംഗ് ആണ് ലഭിക്കുക. അതുകൊണ്ട് തന്നെ പാർക്കിൽ വൈറ്റ് പോർ നിർമ്മിതമായിട്ടുള്ള പ്രതലത്തിൽ അബദ്ധവശാൽ മറിഞ്ഞു വീഴുന്ന കുട്ടികൾക്ക് മുറിവേൽക്കാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. നെക്സ്റ്റ് വൺ, കേജ് വെൽഡിംഗ് മെഷീൻ. വലിയ വലിയ കെട്ടിടങ്ങളുടെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് നമുക്ക് പലതരത്തിലുള്ള ലോഹ ചട്ടക്കൂടുകളുടെ ആവശ്യകത ഉണ്ടാവാറുണ്ട്. അങ്ങനെയുള്ള ചട്ടക്കൂടുകൾ നിർമ്മിക്കുന്നതിന് വെൽഡിംഗ് പോലെയുള്ള പ്രക്രിയയുടെ സഹായം ഉപയോഗപ്പെടുത്താറുണ്ട്. ഒരു ചെറിയ ആവശ്യത്തിന് വേണ്ടിയുള്ള വെൽഡിംഗ് നമുക്ക് കൈകൾ ഉപയോഗിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. എന്നാൽ ഒരു വലിയ കെട്ടിടത്തിന്റെ ആവശ്യത്തിന് വേണ്ടി വെൽഡിംഗ് ചെയ്യേണ്ടി വരുമ്പോൾ ഉപയോഗിക്കുന്ന മെഷീനാണ് കേജ് വെൽഡിംഗ് മെഷീൻ. ഈ മെഷീന്റെ ഒരു വശത്ത് കൂടി പ്രത്യേകതരം ഇൻപുട്ടിലൂടെ കടത്തിവിടുന്ന കമ്പികൾ കേജ് വെൽഡിംഗ് മെഷീൻ ആവശ്യമുള്ള രൂപത്തിൽ വെൽഡ് ചെയ്തെടുക്കുന്നു. പ്രധാനമായിട്ടും വലിയ പില്ലറുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള ചട്ടക്കൂടുകളാണ് ഈ മെഷീൻ ഉപയോഗിച്ച് നിർമ്മിക്കുന്നത്. വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ മണിക്കൂറുകൾ നീളുന്ന അധ്വാനം കൊണ്ട് നിർമ്മിക്കാൻ സാധിക്കുന്ന ലോഹ ചട്ടക്കൂടുകൾ കേജ് വെൽഡിംഗ് മെഷീൻ നിർമ്മിക്കുന്നത് അത്ഭുതകരമാണ്. ഇനി ഇബു മെഷീൻ. വീടുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന നിരവധി മെഷീനുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ നിർമ്മാണം പൂർത്തിയായിട്ടുള്ള വീടുകളിലെ സുരക്ഷിതത്വവും ഉറപ്പാക്കണം. അതിനുവേണ്ടി സാധാരണ ചെയ്യുന്ന കാര്യമാണ് വീടിന് മുന്നിൽ ഗേറ്റ് സ്ഥാപിക്കുക എന്നത്. ഇന്നത്തെ കാലത്ത് ബോറിംഗ് ആയിട്ടുള്ള ഗേറ്റ് സ്ഥാപിക്കാനല്ല, മറിച്ച് വളരെ മോഡേൺ ആയിട്ടുള്ള ഗേറ്റുകൾ സ്ഥാപിക്കാനാണ് ആളുകൾ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ മോഡേൺ ഗേറ്റുകൾ കാണപ്പെടുന്ന സ്ട്രക്ചറുകളും പാറ്റേണുകളും എങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെഷീനാണ് ഇബു മെഷീൻ. ഈ മെഷീന് ലോകത്തിന് ഏത് ആകൃതിയിൽ വേണമെങ്കിലും വളയ്ക്കാനുള്ള ശേഷിയുണ്ട്. അത്തരത്തിൽ വളച്ചെടുക്കുന്ന ആകൃതികൾ ഗേറ്റിൽ വെൽഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പല ആകൃതിയിലുള്ള രൂപങ്ങൾ ലോഹം ഉപയോഗിച്ച് നിർമ്മിച്ചെടുക്കാൻ ഈ മെഷീന് നിമിഷങ്ങൾ മാത്രം മതിയാകൂ എന്നത് ആരെയും ആശ്ചര്യപ്പെടുത്തും. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനലിൽ സന്ദർശിക്കുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. മറ്റൊരു വിജ്ഞാനപ്രദമായിട്ടുള്ള വീഡിയോ ആയിട്ട് കാണുന്നവരെ സ്റ്റേ ട്യൂൺഡ്. ഫാക്ടറി TV ഫോർ ദി വണ്ടർഫുൾ ഫാക്ടറി മേക്കിംഗ് വീഡിയോസ്.